ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാം യൂണിറ്റിൻ്റെ പാഠഭാഗമാണ് ദ ഹീറോ. അപ്പോൾ ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമാണ് അല്ലേ ദ ഹീറോ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ പറയില്ല ഹീറോയാണ്, സൂപ്പറാണ്, സൂപ്പർമാൻ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ദ ഹീറോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താണ്, ആരാണ് ഹീറോ, എന്തുകൊണ്ടാണ് അയാൾ ഹീറോ ആയതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഭാഗത്തെ ചിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മഞ്ച്കിൻസിനെ ഇവിടെ കാണാം അല്ലേ. തൊപ്പിയൊക്കെ ധരിച്ച് തൊപ്പിയുടെ അറ്റത്തൊരു ബെല്ല് തൂക്കിയിട്ടേക്കുന്ന മഞ്ച്കിൻസ്, വളരെ പൊക്കം കുറഞ്ഞ മഞ്ച്കിൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഡൊറോത്തി താമസിച്ചിരുന്ന വീട്, ആ വീട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തേക്കുന്നതും, പക്ഷേ ആ വീടിൻ്റെ അടിയിലായിട്ട് നമുക്ക് 2 കാലുകൾ കാണാം. അത് ആരാണെന്ന് നമുക്കറിയില്ല, ഏതൊരു വ്യക്തിയുടെ 2 കാലുകൾ, അതായത് ആ വീട് വന്ന് നിൽക്കുന്നത്, വന്ന് വീണത് അല്ലെങ്കിൽ വന്ന് പതിച്ചത് ഏതൊരു മനുഷ്യൻ്റെ മേലിലാണ്. അപ്പോൾ അയാൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. ആ വീട് വന്ന് അയാളുടെ മേത്ത് വീണപ്പോൾ അയാൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. You are a hero. You killed the cruel witch, a young munchkin said. Oh no, I have never killed anyone, Dorothy cried out. Not you, but your house. You landed your house on the wicked witch. She died, said an old munchkin. Is it so? Dorothy was shocked. Yes, we were her slaves. You set us free. Let us celebrate our freedom. They began to dance. Join us, the old munchkin invited Dorothy. Thanks, but please help us go back to our village, she said. Sorry, we can't, but surely the Wizard of Oz can help you. Wizard of Oz? Who is he? Asked Dorothy. He is a powerful magician who can work wonders, the old munchkin replied. Dorothy smiled. She walked with Toto to meet the Wizard of Oz. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. യു ആർ അവർ ഹീറോ, നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കിൽ ദ ക്രൂവൽ വിച്ച്, നീ ഞങ്ങളുടെ ക്രൂരനായ മന്ത്രവാദി, വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്നാണ് അർത്ഥം. നീ കാരണമാണ് ഞങ്ങളുടെ മന്ത്രവാദി മരിക്കാനിടയായത്. അതാരാ പറഞ്ഞത്? എ യങ് മഞ്ച്കിൻ. അപ്പോൾ അവിടെ വന്നിരുന്ന മഞ്ച്കിൻസിലൊക്കെ വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ചെറിയ മഞ്ച്കിൻ പറഞ്ഞു, നീയാണ് ഞങ്ങളുടെ ക്രൂവലായിട്ടുള്ള, വളരെ ക്രൂരയായിട്ടുള്ള മന്ത്രവാദിയെ കൊന്നത്. അപ്പോൾ ആരായിരിക്കാം ആ വീടിൻ്റെ താഴെ 2 കാലുകൾ, ആരുടെ കാലുകളായിരിക്കാം കണ്ടത്? ആ മന്ത്രവാദിയുടെ കാലുകളാണ്. മന്ത്രവാദി മരിച്ചു വീണേക്കുന്നതാണ് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത്. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ. അപ്പോൾ ഡൊറോത്തി അത് കേട്ടപ്പോൾ അവൾ പേടിച്ചു പോയി. അവൾ കാരണം ഒരാൾ മരണപ്പെട്ടു വന്നു. അപ്പോൾ അവൾ പറയണോ, നോ, ഇല്ല, ഒരിക്കലും ഇല്ല, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയണം. ഡൊറോത്തി ക്രൈഡ് ഔട്ട്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, മഞ്ച്കിൻസ് പറയാണ്, നോട്ട് യു ബട്ട് യുവർ ഹൗസ്, നീയല്ല, നീ താമസിക്കുന്ന വീടാണ് അയാൾ മരിക്കാൻ കാരണം. യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കറ്റ് വിച്ച്, നീ ആ വീട്ടിൽ വന്ന് പറന്ന് വന്ന് നിന്നത് ഓൺ ദ വിക്കറ്റ് വിച്ച്, ആ വളരെ ക്രൂരയായ, വിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൂത്രശാലിയായ ആ ഒരു മന്ത്രവാദിയുടെ മേത്താണ്, അവരുടെ മേലിലാണ് ആ വീട് വന്ന് നിന്നത്. ഷീ ഡൈഡ്, അവൾ മരിച്ചുപോയി. അപ്പോൾ അതൊരു മന്ത്രവാദിനിയാണ്. അപ്പോൾ ആ ഒരു മന്ത്രവാദിനി മരണപ്പെട്ടു. സെഡ് ആൻ ഓൾഡ് മഞ്ച്കിൻ, ഒരു മഞ്ച്കിൻ, വളരെ പ്രായം ചെന്ന ഒരു മഞ്ച്കിൻ പറഞ്ഞു. ഈസ് ഇറ്റ് സോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്. അങ്ങനെയാണോ? അപ്പോൾ അത് കേട്ടപ്പോൾ ഡൊറോത്തിക്ക് ഭയങ്കര ഷോക്കായി. കാരണം അവൾ ഇതിനു മുന്നേ അവൾ അറിഞ്ഞില്ലായിരുന്നു അവളുടെ വീട് വന്ന് നിന്നത് ഏതോ ഒരു വ്യക്തിയുടെ മേലിലാണ് എന്നുള്ളത്. ഇപ്പോഴാണ് അവൾ അറിയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് വളരെ ഷോക്കായി. യെസ്, വി വർ ഹർ സ്ലേവ്സ്. അതെ, ഞങ്ങൾ ഇതിനു മുന്നേ വരെ ആ മന്ത്രവാദിനിയുടെ സ്ലേവ്സ് ആയിരുന്നു. സ്ലേവ്സ് എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്?
മറ്റൊരു ആൾക്ക് വേണ്ടി അയാളുടെ കീഴിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന, അയാൾ പറയുന്ന എന്തും അനുസരിച്ച് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തികളെയാണ് അടിമ എന്ന് അല്ലെങ്കിൽ സ്ലേവ്സ് എന്ന് പറയുന്നത്. യു സെറ്റ് അസ് ഫ്രീ, നീയാണ് ഞങ്ങളെ സ്വതന്ത്രയാക്കിയത്, ആ മന്ത്രവാദിയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത് നീയാണ്. ലെറ്റ് അസ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം, നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഒരു അവസരം നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ദേ ബിഗാൻ ടു ഡാൻസ്, അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ജോയിൻ ആസ് ദ ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. അപ്പോൾ അതിലെ ഏറ്റവും പ്രായം കൂടിയ മഞ്ച്കിൻ അവളോട് പറയാണ്, ജോയിൻ ആസ്, ഞങ്ങളുടെ കൂടെ കൂടുന്നു എന്ന് ചോദിക്കുകയാണ്. താങ്ക്സ് ബട്ട് പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. അപ്പോൾ അവൾ പറയാണ്, അതിനൊക്കെ നന്ദി, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിനൊക്കെ നന്ദി, നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചതിനൊക്കെ നന്ദി, പക്ഷേ പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വില്ലേജിലേക്ക്, ഞങ്ങളുടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമം, ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങളെ അതിന് സഹായിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഷീ സെറ്റ്, ആരാ പറഞ്ഞത്, ഡൊറോത്തി പറഞ്ഞു. സോറി വി കോണ്ട്. അപ്പോൾ ആ മഞ്ച്കിൻ പറയാണ്, ക്ഷമിക്കണം, ഞങ്ങൾക്കതിന് കഴിയില്ല. ബട്ട് ഷുവർലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദ വിസാർഡ് ഓഫ് ഊസ് ക്യാൻ ഹെൽപ്പ് യു. വിസാർഡ് എന്ന് പറഞ്ഞാലും മറ്റൊരു വ്യക്തിയാണ്, മാജിക്കൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിസാർഡ് എന്ന് പറയുന്നത്. ഊസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഊസിലെ വിസാർഡ്, മന്ത്രവാദിക്ക് അല്ലെങ്കിൽ മന്ത്രമൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മാജിക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് അതിന് സാധിക്കും, നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ നാട്ടിലെത്തിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്യാൻ ഹെൽപ്പ് യു, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹായിക്കുക. വിസാർഡ് ഓഫ് ഊസ്, ഹു ഈസ് ഹീ ആസ് ഡൊറോത്തി. അപ്പോൾ ഡൊറോത്തി ചോദിക്കുകയാണ്, വിസാർഡ് ഓഫ് ഊസോ, അത് ആരാണ്, ഹു ഈസ് ഹീ, അദ്ദേഹം ആരാണ് എന്ന് ഡൊറോത്തി ചോദിക്കുകയാണ്. ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അപ്പോൾ അവരെന്താ പറഞ്ഞത്, ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ, അദ്ദേഹം വളരെ ശക്തിയുള്ള ഒരു മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാജിക്കൊക്കെ കാണിക്കുന്ന ആൾ. ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. ദ ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. അപ്പോൾ അതിലേറ്റവും പ്രായം ചെന്ന മഞ്ച്കിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡൊറോത്തി പുഞ്ചിരിച്ചു. ഡൊറോത്തി സ്മൈൽഡ്, അവൾ പുഞ്ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടൊട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഊസ്. അവൾ എന്ത് ചെയ്തു, ഷീ വാക്ക്ഡ് വിത്ത് ടൊട്ടോ, അവൾ ടൊട്ടോടൊപ്പം നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, വിസാർഡ് ഓഫ് ഊസിനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനായിട്ട്, ആ മാജിക് കാണിക്കുന്ന ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് ദ വിക്കറ്റ് വിച്ച് ഡൈ, എങ്ങനെയാണ് ആ ഒരു മന്ത്രവാദിനി മരിച്ചത്. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തിയെ ഈ വിസാർഡ് ഓഫ് ഊസിനെ എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ വിക്കറ്റ് വിച്ച് ഡൈ, എങ്ങനെയാണ് അവർ മരിച്ചത്. ദ ഹൗസ് ലാൻഡഡ് ഓൺ ദ വിച്ച്, അല്ലെ, നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കണ്ടു, യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കറ്റ് വിച്ച്, അതാണ് അതിൻ്റെ ഉത്തരം. ഡൊറോത്തിയുടെ ഹൗസ് ആ വിക്കറ്റ് വിച്ചിൻ്റെ മേലിൽ ലാൻഡ് ചെയ്തു. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തിനെ എങ്ങനെ സഹായിക്കാൻ കഴിയും. അദ്ദേഹം ഹീസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അദ്ദേഹം ഒരു പവർഫുൾ മജീഷ്യൻ ആയതുകൊണ്ട് വിസാർഡ് ഓഫ് ഊസിന് ഡൊറോത്തിയെ സഹായിക്കാൻ കഴിയും. നമുക്കിതിൻ്റെ ഉത്തരം എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹൗ ഡിഡ് ദ വിക്കറ്റ് വിച്ച് ഡൈ. ദ ഹൗസ് ലാൻഡഡ് ഓൺ ദ വിക്കറ്റ് വിച്ച് ആൻഡ് ഷീ ഡൈഡ്. വീട് വിക്കറ്റ് വിച്ചിൻ്റെ മേലിൽ വന്ന് പതിച്ചു, അങ്ങനെ അവൾ മരണപ്പെട്ടു. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി, അതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ് ഡൊറോത്തിയെ വിസാർഡ് ഓഫ് ഊസിന് സഹായിക്കാൻ സാധിക്കുക. വിസാർഡ് ഓഫ് ഊസ് ഈസ് എ പവർഫുൾ മജീഷ്യൻ. വിസാർഡ് ഓഫ് ഊസ് എന്ന് പറയുന്നത് വളരെ ശക്തനായൊരു മാജിക് പ്രവർത്തിക്കുന്ന ആളാണ്. ഹി ക്യാൻ ഹെൽപ്പ് ഡൊറോത്തി, അദ്ദേഹത്തിന് അവളെ സഹായിക്കാൻ സാധിക്കും. ഇനി നമുക്ക് തിരിച്ച് അടുത്ത പാഠഭാഗം നോക്കാം. അടുത്ത ഭാഗത്തിൻ്റെ പേരാണ് മീറ്റിംഗ് ദ വിസാർഡ്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഡൊറോത്തിയും ഉണ്ട്, അവളുടെ വളർത്തു നായയും ഉണ്ട്. അവർ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്, വിസാർഡ് ഓഫ് ഊസിൻ്റെ മുന്നിലാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട് അല്ലേ. അപ്പോൾ ആ വടി ഒരു മന്ത്രവടിയാണ്. അത്
മാജിക്കൊക്കെ മന്ത്രമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വടിയാണ്. അപ്പോൾ ഇതൊരു മാജിക്കുകാരനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗം വായിച്ചു നോക്കാം. They reached the wizard's palace. Welcome. Well done, Dorothy. You saved the Munchkins. What can I do for you? Asked the Wizard of Oz. Please help us go back to our village. Dorothy pleaded. Why do you want to leave this beautiful place? He asked. There's no other place like our own home, Dorothy said. As you wish, my dear, the wizard waved his magic wand. Wow, the house appeared. Dorothy and Toto got in. It began to fly over the hills, over the fields. Finally, the house landed on her village. Toto, we are back! She became very happy. The sky was clear. There was a rainbow in the sky. ഇതാണ് അടുത്ത പാഠഭാഗം. ഇപ്പോൾ മീറ്റിംഗ് ദ വിസാർഡ്. വിസാർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി അല്ലെങ്കിൽ മാജിക് കാണിക്കുന്ന ആളെയാണ് വിസാർഡ് എന്ന് പറയുന്നത്. ദേ റീച്ച്ഡ് ദ വിസാർഡ്സ് പാലസ്. ദേ എന്ന് പറഞ്ഞാൽ ഡൊറോത്തിയും വളർത്തുനായയും, റീച്ച് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ദ വിസാർഡ്സ് പാലസ്, ആ മന്ത്രവാദി, ആ മാജിക്കുകാരൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിച്ചേർന്നു. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി. വെൽക്കം എന്ന് പറഞ്ഞാൽ സ്വാഗതം, നീ നന്നായി പ്രവർത്തിച്ചു. യു സേവ് ദ മഞ്ച്കിൻസ്, നീയാണ് മഞ്ച്കിൻസിനെയൊക്കെ രക്ഷിച്ചത്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആസ്ക് ദ വിസാർഡ് ഓഫ് ഓസ്. ആ വിസാർഡ് ഓഫ് ഓസ് ചോദിച്ചു. പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങളെ ഒന്ന് തിരിച്ച് ഞങ്ങളുടെ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ആക്കാൻ സഹായിക്കുമോ? ഡൊറോത്തി പ്ലീഡഡ്. അവൾ വളരെ ഡൊറോത്തി പ്ലീഡഡ്. അവൾ അപേക്ഷിച്ചു. Why do you want to leave this beautiful place? He asked. അപ്പോൾ ആ വിസാർഡ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്ലേസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഡൊറോത്തി എന്താ പറഞ്ഞത്? There is no other place like our own home. ഞങ്ങളുടെ സ്വന്തം വീട് പോലെ ഏറ്റവും നല്ല വേറെ സ്ഥലമൊന്നും ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞങ്ങളുടെ വീടാണ്. അതുപോലെയുള്ള ഒരു സ്ഥലവും വേറെ ഇല്ല. അങ്ങനെയാണ് ഡൊറോത്തി പറഞ്ഞത്. ആസ് യു വിഷ് മൈ ഡിയർ. അപ്പോൾ ശരി, എന്നാൽ നിൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിസാർഡ് എന്ത് ചെയ്തു? വേവ്ഡ് ഹിസ് മാജിക്. വേവ് എന്ന് പറഞ്ഞാൽ വീശുക. ഹിസ് മാജിക് വാൻഡ്, മന്ത്രവടിയെയാണ് മാജിക് വാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രവടി വീശിക്കൊണ്ട് പറഞ്ഞു, വൗ ദ ഹൗസ് അപ്പിയർഡ്. പെട്ടെന്ന് അദ്ദേഹം മന്ത്രവടി വീശിയപ്പോൾ തന്നെ അവരുടെ വീട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തിയുടെയും വളർത്തുനായയുടെയും ആ പറന്നു വന്ന ആ വീട്. ഡൊറോത്തി ആൻഡ് ടൊട്ടോ ഗോട്ട് ഇൻ. പെട്ടെന്ന് തന്നെ ഡൊറോത്തിയും ടൊട്ടോ ആ വീടിൻ്റെ അകത്തേക്ക് കയറി. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. ഉടനെ തന്നെ ആ വീട് പറക്കാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ്. ആ വീട് കുന്നുകൾക്ക് മേലെയും പാടവരമ്പത്തിന് മേലിലൊക്കെ കൂടിയൊക്കെയാണ് പറന്നു പോയത്. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അങ്ങനെ ഏറ്റവും അവസാനം ആ വീട് എവിടെ ചെന്നു? ഡൊറോത്തിയുടെയും ആ വളർത്തുനായയുടെയും ഗ്രാമത്തിൽ ചെന്നു. അവരുടെ വീട് നേരത്തെ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ വന്ന് പതിച്ചു. ടൊട്ടോ വി ആർ ബാക്ക്. അപ്പോൾ ഡൊറോത്തി പറയാണ്, ടൊട്ടോ നമ്മൾ ഇതേ തിരിച്ചെത്തിയല്ലോ. ഷീ ബിക്കേം വെരി ഹാപ്പി. അവൾക്ക് വളരെ സന്തോഷമായി. ദ സ്കൈ വാസ് ക്ലിയർ. ആകാശം വളരെ ക്ലിയർ ആയിരുന്നു. ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായിരുന്നു. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശത്തൊരു മഴവില്ല് ഉദിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി. വിസാർഡ് ഓഫ് ഊസ് എങ്ങനെയാണ് ഡൊറോത്തിയെ സഹായിച്ചത്? അവളെ വീട്ടിൽ തിരിച്ചെത്തിച്ചു അല്ലേ? അങ്ങനെയാണ് സഹായിച്ചത്. ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം കമൻറ്റ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക്
കമൻറ്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും അങ്ങനെയാണോ? നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ വീടാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോകാനാണോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി? വിസാർഡ് ഓഫ് ഊസ് എങ്ങനെയാണ് ഡൊറോത്തിയെ സഹായിച്ചത്? വിസാർഡ് ഓഫ് ഊസ് ഹെൽപ്പ് ഡൊറോത്തി ടു ഗോ ബാക്ക് ടു ഹെർ വില്ലേജ്. വിസാർഡ് ഓഫ് ഊസ് ഡൊറോത്തിയെ അവളുടെ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ, ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ പോകാനായി ഹെൽപ്പ് ചെയ്തു. അടുത്ത ചോദ്യം, ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം, കമൻറ്റ്. ഇപ്പോൾ ഡൊറോത്തി പറയുന്നുണ്ടല്ലോ, ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം, അതായത് നമ്മുടെ സ്വന്തം വീട് പോലെ വേറെ ഒരു സ്ഥലവും ഇല്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു വാക്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതിനോട് പ്രതികരിക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ അത്രയ്ക്കും മനോഹരമായ വേറെ ഒരു പ്ലേസും ഇല്ല എന്നാണോ തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ, എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ യെസ്, ഹോം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൺ എർത്ത്. നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം. ഇതാണ് അതിൻ്റെ ഉത്തരം. താങ്ക് യു ഫോർ വാച്ചിങ്.